നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. ലേബർ പാർട്ടിക്കുള്ളിൽ കനലുകൾ പുകയുന്ന വിവാദമായ ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ബില്ലിന് ശക്തമായ പിന്തുണയുമായി ഭാവി പ്രധാനമന്ത്രിയാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആൻഡി ബേൺഹാം. UKയിലെ കുടിയേറ്റ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിനായി സർക്കാർ കൊണ്ടുവന്ന ഈ നിയമനിർമ്മാണത്തിന് ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിലെ പ്രമുഖ നേതാവായ ബേൺഹാം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. സ്വന്തം പാർട്ടിയിലെ 14 എംപിമാർ ബില്ലിനെ പരസ്യമായി എതിർത്ത് വോട്ട് ചെയ്തപ്പോഴാണ് മേക്കർഫീൽഡ് എംപി കൂടിയായ ബേൺഹാം സർക്കാരിന് നിർണായക പിന്തുണ നൽകിയത് എന്നത് ശ്രദ്ധേയമാണ്. ലേബർ പാർട്ടിക്കുള്ളിൽ വിവാദമായ ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ബില്ലിന് ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിലെ പ്രമുഖ നേതാവായ ബേൺഹാം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. സ്വന്തം പാർട്ടിയിലെ 14 എംപിമാർ ബില്ലിനെ പരസ്യമായി എതിർത്ത് വോട്ട് ചെയ്തപ്പോഴാണ് മേക്കർഫീൽഡ് എംപി കൂടിയായ ബേൺഹാം സർക്കാരിന് നിർണായക പിന്തുണ നൽകിയതെന്നത് ശ്രദ്ധേയമാവുകയാണ്. തിങ്കളാഴ്ച വൈകുന്നേരം ഹൗസ് ഓഫ് കോമൺസിൽ നടന്ന ചർച്ചയിൽ 90-നെതിരെ 264 വോട്ടുകൾക്കാണ് ബില്ല് പാസ്സായത്. ചെറിയ ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തുന്ന അഭയാർത്ഥികളുടെ ഒഴുക്ക് തടയാനും കുടിയേറ്റക്കാർ കോടതിയിൽ അപ്പീൽ നൽകി UKയിൽ പിടിച്ചു നിൽക്കുന്നത് അവസാനിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ബിൽ. വ്യക്തി സ്വാതന്ത്ര്യവും കുടുംബജീവിതവും ഉറപ്പു നൽകുന്ന യൂറോപ്യൻ മനുഷ്യാവകാശ കൺവെൻഷനിലെ 8ാം വകുപ്പ് ഉപയോഗിച്ച് അഭയാർത്ഥികൾ അപ്പീൽ നൽകുന്നത് തടയാൻ ബില്ലിൽ കർശന വ്യവസ്ഥകളുണ്ട്. അഭയാർത്ഥി സമ്പ്രദായത്തിൽ പൊതുജനങ്ങൾക്ക് നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാൻ ഈ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് വ്യക്തമാക്കി. ലേബർ സർക്കാർ അധികാരമേറ്റതു മുതൽ മനുഷ്യക്കടത്തുകാരുടെ അറസ്റ്റ് 55%, നാടുകടത്തൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന നിരക്കിലും എത്തിച്ചിട്ടുണ്ടെന്നും സർക്കാർ അവകാശപ്പെട്ടു. എന്നാൽ ലേബർ പാർട്ടിയിലെ ചില പിൻനിര എംപിമാർ ഇതിനെതിരെ രംഗത്ത് വന്നു. ഈ നടപടികൾ കൂടുതൽ സങ്കീർണവും ചെലവേറിയതുമായ ഒരു അഭയാർത്ഥി സംവിധാനം സൃഷ്ടിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് ഭരണപക്ഷത്തെ ഈ വിമർശകർ വാദിച്ചു. നോട്ടിംഗ്ഹാം ഈസ്റ്റ് എംപി നാദിയ വിറ്റോ ബില്ലിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ പുതിയ കോർ പ്രൊട്ടക്ഷൻ പദ്ധതിയെ സ്റ്റെല്ല ക്രീസി എംപി അഭയാർത്ഥി പദവിയുടെ ഡയറ്റ് കോക്ക് പതിപ്പ് എന്ന് പരിഹസിച്ചു. അതേസമയം പ്രധാന പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയും ബില്ലിനെ എതിർത്തു. എന്നാൽ ബില്ലിലെ വ്യവസ്ഥകൾ ഒട്ടും പര്യാപ്തമല്ല എന്നതായിരുന്നു അവരുടെ നിലപാട്. അനധികൃത കുടിയേറ്റം പൂർണ്ണമായി തടയുന്നതിന് UK യൂറോപ്യൻ മനുഷ്യാവകാശ കൺവെൻഷനിലെ 8ാം വകുപ്പിൽ ഭേദഗതി വരുത്തണമെന്ന ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പിന്റെ നിർദ്ദേശം വോട്ടെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തു. പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകളെയും സ്വന്തം പാർട്ടിയിലെ വിമത സ്വരങ്ങളെയും മറികടന്ന് ബില്ല് പാസാക്കാൻ കഴിഞ്ഞത് ലേബർ സർക്കാരിന്റെയും അതിനെ പിന്തുണച്ച ആൻഡി ബേൺഹാമിന്റെയും രാഷ്ട്രീയ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. UK ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിനൊരുങ്ങി ബ്രിട്ടീഷ് സർക്കാർ. NHS ആശുപത്രി കെട്ടിടങ്ങൾ ആധുനികവൽക്കരിക്കാനും രോഗി പരിചരണം വീട്ടുപടിക്കൽ എത്തിക്കാനും ലക്ഷ്യമിട്ട് 10 വർഷത്തെ ദീർഘകാല വികസന പദ്ധതി പ്രഖ്യാപിച്ചു. ഇതിനായി മൂലധന ബജറ്റ് 2029-2030 കാലയളവോടെ 15 ബില്യൺ പൗണ്ടായി ഉയർത്തും. വർഷങ്ങളായുള്ള അവഗണന മൂലം തകർച്ചയിലായ ആശുപത്രി കെട്ടിടങ്ങൾ പുതുക്കാനും ആധുനിക സാങ്കേതിക വിദ്യ നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടാണ് വികസന രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. UK ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിനൊരുങ്ങി ബ്രിട്ടീഷ് സർക്കാർ ആശുപത്രി കെട്ടിടങ്ങൾ ആധുനികവൽക്കരിക്കാനും രോഗി പരിചരണം വീട്ടുപടിക്കൽ എത്തിക്കാനും ലക്ഷ്യമിട്ട് 10 വർഷത്തെ ദീർഘകാല വികസന പദ്ധതി പ്രഖ്യാപിച്ചു. പുതിയ പദ്ധതി രോഗികൾക്ക് വേഗത്തിലുള്ള ചികിത്സയും കൂടുതൽ GP അപ്പോയിന്റ്മെന്റുകളും ഉറപ്പാക്കും. പദ്ധതിയിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇവയാണ്. ഇതിനകം നവീകരിച്ച ഇംഗ്ലണ്ടിലെ 800ഓളം GP സർജറികളിൽ രോഗികൾക്ക് 90 ലക്ഷത്തോളം അധിക അപ്പോയിന്റ്മെന്റുകൾ ലഭ്യമാകും. GP സർജറികളുടെ വികസനത്തിനായി 200 ബില്യൺ പൗണ്ട് കൂടി അനുവദിക്കും. മുൻ വർഷങ്ങളിൽ കെട്ടിടങ്ങളുടെ തകരാറുകൾ മൂലം 4000-ലധികം ചികിത്സാ തടസ്സങ്ങളാണ് രാജ്യത്തുണ്ടായത്. ഇത് പരിഹരിക്കാൻ അടുത്ത 9 വർഷത്തേക്ക് കെട്ടിട നിർമ്മാണത്തിനായി 6.75 ബില്യൺ പൗണ്ട് ചെലവഴിക്കും. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ മാറ്റിപ്പണിയാൻ മാത്രം 2 ബില്യൺ പൗണ്ട് മാറ്റിവെക്കും. കൂടാതെ വലിയ ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കാനായി 250 നെയ്ബർഹുഡ് ഹെൽത്ത് സെന്ററുകളും പണിയും. ഇവിടെ ഡോക്ടർമാരുടെ സേവനവും ലബോറട്ടറി പരിശോധനകളും ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാക്കും. NHSന്റെ ഉപയോഗശൂന്യമായ ഭൂമിയിൽ നഴ്സുമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്കായി കുറഞ്ഞ വാടകയിൽ താമസ സൗകര്യം ഒരുക്കുമെന്നും പദ്ധതി പറയുന്നു. ഇത് ജീവനക്കാരുടെ യാത്രാക്ലേശം കുറയ്ക്കാനും പുതിയ നിയമനങ്ങൾ എളുപ്പമാക്കാനും സഹായിക്കും. NHS ആപ്പ് കൂടുതൽ മെച്ചപ്പെടുത്തും. രോഗികളുടെ വിവരങ്ങൾ എല്ലാ വിഭാഗങ്ങളിലും ലഭ്യമാകുന്ന തരത്തിൽ സിംഗിൾ പേഷ്യന്റ് റെക്കോർഡ് സംവിധാനം കൊണ്ടുവരും. ഇത് ജീവനക്കാരുടെ പേപ്പർ ജോലികൾ കുറയ്ക്കും. വരും വർഷങ്ങളിൽ ജനിതക ഗവേഷണങ്ങൾക്കായി 650 മില്യൺ പൗണ്ട് ചെലവഴിക്കും. കൂടാതെ സൈബർ സുരക്ഷയും ജൈവ സുരക്ഷയും ശക്തമാക്കും. പദ്ധതികൾ ചുവപ്പുനാടയിൽ കുടുങ്ങി വൈകുന്നത് ഒഴിവാക്കാൻ 300 മില്യൺ പൗണ്ട് വരെയുള്ള പ്രൊജക്ടുകൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിനും NHSനും നേരിട്ട് അനുമതി നൽകാമെന്നും പദ്ധതിയിൽ പറയുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വെയിറ്റിംഗ് ലിസ്റ്റിൽ 4 ലക്ഷത്തിലധികം കുറവ് വന്നിട്ടുണ്ടെന്നും 10 വർഷത്തേക്കുള്ള ഈ പദ്ധതി ആരോഗ്യ മേഖലയെ ദീർഘകാലത്തേക്ക് കൂടുതൽ സുസ്ഥിരമാക്കുമെന്നും അധികൃതർ പറയുന്നു. UKയിൽ വരാനിരിക്കുന്ന പുതിയ ഭരണകൂടം ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ രാജ്യത്തെ ഭവനരഹിതരുടെ എണ്ണം 2030ഓടെ 1/4 ലക്ഷം വർദ്ധിക്കുമെന്ന് കടുത്ത മുന്നറിയിപ്പ്. പുതിയ പ്രധാനമന്ത്രി ആൻഡി ബേൺഹാമിന്റെ നേതൃത്വത്തിലുള്ള ടീമിന് മുന്നിലാണ് കൗൺസിൽ ഫണ്ടുകളെയും പൊതുജനങ്ങളെയും ഉത്കണ്ഠപ്പെടുത്തുന്ന ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്.
UK-യിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ രാജ്യത്തെ ഭവനരഹിതരുടെ എണ്ണം 2030 1,00,000 വർദ്ധിക്കുമെന്ന് കടുത്ത മുന്നറിയിപ്പ് നൽകി പുതിയ പ്രധാനമന്ത്രി ആൻഡി ബെർഹാമിന്റെ നേതൃത്വത്തിലുള്ള ടീമിന് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. IPPR നോർത്ത്, ക്രൈസിസ് എന്നീ ചാരിറ്റി സംഘടനകൾ സംയുക്തമായി തയ്യാറാക്കി തിങ്കളാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് UK-യെ കാത്തിരിക്കുന്ന ഭവനരഹിതരുടെ ഭീതിതമായ കണക്കുകളുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ 2030 ആകുമ്പോഴേക്കും UK-യിൽ 50,000-ത്തിലധികം ആളുകൾ കൂടി പുതിയതായി ഭവനരഹിതരുടെ പട്ടികയിലേക്ക് ചേർക്കപ്പെടും. ഇതോടെ ആകെ ഭവനരഹിതരുടെ എണ്ണം 1,80,000-ൽ നിന്നും 2,30,000 കടക്കുമെന്നാണ് പ്രവചനം. താൽക്കാലിക താമസ സൗകര്യങ്ങൾക്കും ഹോസ്റ്റലുകൾക്കുമായി കൗൺസിലുകൾ പ്രതിവർഷം കോടിക്കണക്കിന് പൗണ്ടാണ് ചെലവഴിക്കുന്നത്. 2009-ൽ താൽക്കാലിക താമസത്തിന് കൗൺസിലുകൾ 70.3 മില്യൺ പൗണ്ട് ചെലവിട്ട സ്ഥാനത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ 1.3 മില്യൺ പൗണ്ടായി കുതിച്ചുയർന്നു. ഈ അശാസ്ത്രീയമായ ഫണ്ട് വിനിയോഗം പല കൗൺസിലുകളെയും പാപ്പരത്വത്തിലേക്ക് നയിക്കുകയാണെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. മാഞ്ചസ്റ്റർ മേയറായിരുന്ന കാലത്ത് ആൻഡി ബെർഹാം വിജയകരമായി നടപ്പാക്കിയ എ ബെഡ് എവരി നൈറ്റ് എന്ന പദ്ധതി രാജ്യവ്യാപകമായി വ്യാപിപ്പിക്കണമെന്നാണ് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. തെരുവിൽ കിടന്നുറങ്ങുന്നവർക്ക് താൽക്കാലിക അഭയത്തിനൊപ്പം വ്യക്തിഗത പിന്തുണയും നൽകുന്നതാണ് ഈ രീതി. കൂടാതെ ദീർഘകാലമായി അടച്ചിട്ടിരിക്കുന്ന പഴയ വീടുകൾ കൗൺസിലുകൾ ഏറ്റെടുത്ത് നവീകരിച്ച് പുനരുപയോഗിക്കണമെന്നും ആവശ്യമുണ്ട്. ജൂലൈ 20-ന് പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ആൻഡി ബെർഹാം രാജ്യത്തെ ഭവന പ്രതിസന്ധി പരിഹരിക്കാൻ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ കൗൺസിൽ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അധികാരം ഏറ്റെടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ തെരുവിൽ കിടന്നുറങ്ങുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവ് വരുത്താൻ അദ്ദേഹം ലക്ഷ്യമിടുന്നു. സോഷ്യൽ ഹൗസിംഗുകളുടെ കടുത്ത ക്ഷാമവും ലണ്ടൻ പോലുള്ള നഗരങ്ങളിൽ വാടക കുതിച്ചുയരുമ്പോഴും ഹൗസിംഗ് എലവൻസുകളിൽ കാര്യമായ വർധനവില്ലാത്തതുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ പുതിയ ബെർഹാം ഭരണകൂടത്തിന് സാധിക്കുമോ എന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകരുടെ ശ്രദ്ധയ്ക്ക് ഇനി രോഗികളുടെ വിവരങ്ങൾ ഒളിഞ്ഞു നോക്കിയാൽ ജോലി പോകുമെന്നും ജയിലിലാകുമെന്നും NHS മുന്നറിയിപ്പ്. രോഗികളുടെ മെഡിക്കൽ വിവരങ്ങൾ വ്യക്തമായ കാരണങ്ങളില്ലാതെ ജീവനക്കാർ പരിശോധിക്കുന്നത് തടയാനാണ് കടുത്ത നടപടികളുമായി അധികൃതർ എത്തിയത്. അനുമതിയില്ലാതെ കൗതുകം മൂലമോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ ജനങ്ങളുടെ രോഗവിവരങ്ങൾ നോക്കുന്ന ജീവനക്കാരെ പിരിച്ചുവിടുമെന്നും ജയിൽ ശിക്ഷ അടക്കം ലഭിക്കുമെന്നും NHS മേധാവി സർ ജിം മക്കി മുന്നറിയിപ്പ് നൽകി. UK-യിൽ രോഗികളുടെ മെഡിക്കൽ വിവരങ്ങൾ വ്യക്തമായ കാരണങ്ങളില്ലാതെ ജീവനക്കാർ പരിശോധിക്കുന്നത് തടയാനായി ഇനി രോഗികളുടെ വിവരങ്ങൾ ഒളിഞ്ഞു നോക്കിയാൽ ജോലി പോകുമെന്നും ജയിലിലാകുമെന്നും NHS മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടനെ നടുക്കിയ നോട്ടിംഗ്ഹാം ആക്രമണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുടെ രഹസ്യ മെഡിക്കൽ വിവരങ്ങൾ ചില ജീവനക്കാർ അനുവാദമില്ലാതെ പരിശോധിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് നിരവധി പേരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് നിയമലംഘനം തടയാൻ NHS പുതിയ മാർഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണ ക്യാമ്പയിനും ആരംഭിച്ചത്. വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമായിരിക്കുമെന്ന വിശ്വാസത്തിലാണ് രോഗികൾ ആശുപത്രികളെ സമീപിക്കുന്നത്. ഈ വിശ്വാസത്തെ വഞ്ചിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും NHS വ്യക്തമാക്കി. പുതിയ നിയന്ത്രണങ്ങൾ ഇങ്ങനെയാണ്: ആരെങ്കിലും അനുവാദമില്ലാതെ രോഗികളുടെ വിവരങ്ങൾ തുറന്നു നോക്കിയാൽ അത് തത്സമയം കണ്ടെത്താൻ സഹായിക്കുന്ന അലർട്ടുകൾ പുതിയ ഇലക്ട്രോണിക് സംവിധാനത്തിൽ സജ്ജീകരിക്കും. രോഗിയെ ചികിത്സിക്കുന്ന ജീവനക്കാരന് മാത്രം വിവരങ്ങൾ കാണാൻ സാധിക്കുന്ന രീതിയിൽ റോൾ ബേസ്ഡ് സാങ്കേതിക നിയന്ത്രണങ്ങളും മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷനും ഏർപ്പെടുത്തും. നിയമവിരുദ്ധമായ വിവരങ്ങൾ പരിശോധിക്കുന്നവരെ കണ്ടെത്തിയാൽ വിവരാവകാശ കമ്മീഷണറുടെ ഓഫീസിലോ പോലീസിലോ റിപ്പോർട്ട് ചെയ്യും. ഇവർക്ക് ക്രിമിനൽ കേസുകളും ജയിൽ ശിക്ഷയും നേരിടേണ്ടി വരും. കൂടാതെ ജീവനക്കാരുടെ പ്രൊഫഷണൽ അംഗീകാരം റദ്ദാക്കാനും നിർദ്ദേശമുണ്ട്. പുതിയ ക്യാമ്പയിനിന്റെ ഭാഗമായി അനാവശ്യമായ ജിജ്ഞാസ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം തകർക്കാൻ അനുവദിക്കരുതെന്ന സന്ദേശമുയർത്തി ഓഫീസുകളിലും ആശുപത്രികളിലും പോസ്റ്ററുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഭൂരിഭാഗം ജീവനക്കാരും ഉത്തരവാദിത്തത്തോടെയാണ് ജോലി ചെയ്യുന്നതെങ്കിലും ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ രോഗികളുടെ കുടുംബങ്ങൾക്ക് വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്നും വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർക്ക് NHS-ൽ സ്ഥാനമുണ്ടാകില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. ഇംഗ്ലീഷ് ചാനൽ കടന്ന ചെറുകിട ബോട്ടുകളിൽ UK-യിലേക്ക് എത്തുന്ന കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സർവ്വകാല റെക്കോർഡ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരൊറ്റ റബ്ബർ ബോട്ടിൽ 128 പേരെ കുത്തിനിറച്ചാണ് മനുഷ്യക്കടത്ത് സംഘങ്ങൾ UK തീരത്തെത്തിച്ചത്. ചാനൽ കടന്നുള്ള കുടിയേറ്റത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം ആളുകൾ ഒരൊറ്റ ബോട്ടിൽ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്നത്. ഇംഗ്ലീഷ് ചാനൽ കടന്നുള്ള കുടിയേറ്റത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരൊറ്റ റബ്ബർ ബോട്ടിൽ 128 പേരെ കുത്തിനിറച്ചുകൊണ്ട് മനുഷ്യക്കടത്ത് സംഘങ്ങൾ UK തീരത്തെത്തിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സർവ്വകാല റെക്കോർഡ് രേഖപ്പെടുത്തിയെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം ആകെ 3 ബോട്ടുകളിലായി 225 കുടിയേറ്റക്കാരാണ് UK തീരമണഞ്ഞത്. ഇതിലാണ് 128 പേരുമായി എത്തിയ റെക്കോർഡ് ബോട്ടും ഉൾപ്പെടുന്നത്. മുൻപ് ഒരൊറ്റ ബോട്ടിൽ പരമാവധി 125 പേർ വന്നതായിരുന്നു ഇതിനു മുൻപത്തെ റെക്കോർഡ്. അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് സംഘങ്ങൾ ഒട്ടും സുരക്ഷിതമല്ലാത്ത ചെറിയ
ബോട്ടുകളിൽ കൂടുതൽ ആളുകളെ കുത്തിനിറച്ച് യാത്ര ചെയ്യാൻ നിർബന്ധിക്കുന്നത് വൻ ദുരന്തങ്ങൾക്കും ജീവനഷ്ടങ്ങൾക്കും കാരണമാകുന്നതായി ഹോം ഡിപ്പാർട്ട്മെന്റ് പറയുന്നു. നിയമങ്ങൾ കർശനമാക്കിയതോടെ ഈ വർഷം ഇതുവരെ ചെറുകിട ബോട്ടുകൾ വഴി യുകെയിലെത്തിയവരുടെ ആകെ എണ്ണത്തിൽ 44% കുറവ് രേഖപ്പെടുത്തി. ഇത് ഗവൺമെന്റിന് നേരിയ ആശ്വാസം നൽകിയിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള ഇത്തരം അപകടകരമായ യാത്രകൾ പൂർണ്ണമായും തടയുന്നതിനായി യുകെ ഗവൺമെന്റ് ഫ്രാൻസുമായി പുതിയ പ്രതിരോധ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഫ്രഞ്ച് കടൽ തീരങ്ങളിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം. തിരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിൽ ചാനൽ കടക്കാൻ ശ്രമിച്ച 45,000-ലധികം ആളുകളെ സുരക്ഷാ സേനകൾ തടഞ്ഞിട്ടുണ്ടെന്നും ഹോം ഓഫീസ് വക്താവ് കൂട്ടിച്ചേർത്തു. യുകെയിൽ പുതിയ പ്രധാനമന്ത്രിയായി ആൻഡി ബേൺഹാം ഈ മാസം അധികാരമേൽക്കാനിരിക്കെ രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ സാമൂഹിക ചർച്ചാ വിഷയമായി ഇംഗ്ലീഷ് ചാനൽ വഴിയുള്ള കുടിയേറ്റം വീണ്ടും മാറിയിരിക്കുകയാണ്. മുൻ മന്ത്രിയും റീഫോം യുകെ വക്താവുമായ ആൻവിഡ് ഡെംകോമിന്റെ കൊലപാതകത്തിൽ ഭീകരവാദ ബന്ധമുണ്ടെന്ന സംശയങ്ങൾ ബലപ്പെടുന്നു. കേസിൽ നിർണായകമായ വിവരങ്ങളും തെളിവുകളും ലഭിച്ചതോടെ യുകെയിലെ ഭീകരവിരുദ്ധ പോലീസ് വിഭാഗം അന്വേഷണം ഏറ്റെടുത്തു. കഴിഞ്ഞ വ്യാഴാഴ്ച ഡെവോണിലെ സ്വന്തം വസതിയിലാണ് ആൻവിഡ് ഡെംകോമിനെ പരിക്കുകളോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുൻ മന്ത്രി റിഫോം യുകെ വക്താവുമായ ആൻവിഡ് ഡെംകോംബിന്റെ കൊലപാതകത്തിൽ ഭീകരവാദ ബന്ധമുണ്ടെന്ന സംശയങ്ങൾ ബലപ്പെടുത്തിക്കൊണ്ട് നിർണായകമായ വിവരങ്ങളും തെളിവുകളും ലഭിച്ചു. ഇതോടെ യുകെയിലെ ഭീകരവിരുദ്ധ പോലീസ് വിഭാഗം അന്വേഷണം ഏറ്റെടുത്തു. ആദ്യഘട്ടത്തിൽ ഇതിൽ ഭീകരവാദപരമായ പ്രേരണകളില്ല എന്ന് പ്രാദേശിക പോലീസ് പറഞ്ഞിരുന്നുവെങ്കിലും പുതിയ തെളിവുകൾ പുറത്തുവന്നതോടെ അന്വേഷണ സംഘം നിലപാട് മാറ്റുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ 28-കാരനായ ബ്രിട്ടീഷ് സ്വദേശിക്ക് മേൽ ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു എന്ന കുറ്റം കൂടി ചുമത്തി ഇപ്പോൾ വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻവിഡ് ഡെംകോമിന്റേത് ഒരു ആസൂത്രിത കൊലപാതകമാണെന്നും പൊതുരംഗത്തുള്ളവർക്ക് ലോകം അപകടകരമായി മാറിയിരിക്കുന്നുവെന്നും നൈജൽ ഫരാജ് പറഞ്ഞത് വിവാദമായിരുന്നു. അന്വേഷണം നടക്കുന്ന വേളയിൽ രാഷ്ട്രീയക്കാർ ഇത്തരം ഊഹാപോഹങ്ങൾ പരത്തുന്നത് ശരിയല്ല എന്ന് ഭരണകക്ഷിയായ ലേബർ പാർട്ടി മന്ത്രിമാരും മുൻ കൺസർവേറ്റീവ് നേതാക്കളും വിമർശിച്ചതിന് പിന്നാലെയാണ് കേസിൽ ഭീകരവാദം സംശയിക്കുന്ന തലത്തിലേക്ക് അന്വേഷണം തിരിയുന്നത്. ആക്രമണത്തിന് പിന്നിലെ കൃത്യമായ ലക്ഷ്യം കണ്ടെത്താൻ ഒന്നിലധികം വഴികളിലൂടെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഭീകരവിരുദ്ധ പോലീസിംഗ് വിഭാഗം അറിയിച്ചു. യുകെ ഉഷ്ണതരംഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങളിലുണ്ടായ അസാധാരണമായ ചൂടിൽ 2700-ലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകാമെന്ന് പുതിയ കണക്കുകൾ പറയുന്നു. ഇംപീരിയൽ കോളേജ് ലണ്ടൻ, മെറ്റോഫീസ്, ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻ എന്നിവരുടെ സംയുക്ത പഠനത്തിലാണ് ഞെട്ടിക്കുന്ന വിവരമുള്ളത്. വൃദ്ധജനങ്ങൾ, കുഞ്ഞുങ്ങൾ, മറ്റ് അസുഖമുള്ളവർ എന്നിവരെയാണ് കൊടും ചൂട് ദോഷകരമായി ബാധിക്കുന്നത്. ഇത് ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനും കാരണമാകുന്നു. യുകെ ഉഷ്ണതരംഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്ത്. കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങളിലുണ്ടായ അസാധാരണമായ ചൂടിൽ 2700-ലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുമ്പോൾ വിയർപ്പ് പൊടിയാത്തതിനാൽ ശരീരത്തിന് സ്വയം തണുക്കാൻ കഴിയാതെ വരുന്നത് അപകട സാധ്യത ഇരട്ടിയാക്കുന്നു. ഇതിനെ നിശബ്ദ കൊലയാളി എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. മരണങ്ങളിൽ ഭൂരിഭാഗവും ജൂൺ മാസത്തിലെ ഉഷ്ണതരംഗത്തിനിടയിലാണ് സംഭവിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ വലിയൊരു പരിധിവരെ മരണങ്ങൾ ഒഴിവാക്കാം അധികൃതർ പറയുന്നു. 2025-ൽ കടുത്ത മരണസംഖ്യ പ്രവചിച്ചിരുന്നെങ്കിലും മരണനിരക്ക് പകുതിയായി കുറയ്ക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഈ വർഷം രാത്രികാലങ്ങളിലും ചൂടിന് ശമനമില്ലാതിരുന്നതും യുകെയിലെ വീടുകൾ ഇത്തരം കടുത്ത ചൂടിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണം നിർമ്മിച്ചതല്ലാത്തതും സ്ഥിതി കൂടുതൽ വഷളാക്കി. ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടേറിയ മാസമായിരുന്നു ജൂൺ. നോർഫോക്കിലെ ലിംഗുഡിലെ താപനില 37.7 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. 1957-ൽ രേഖപ്പെടുത്തിയ 35.6 ഡിഗ്രി സെൽഷ്യസ് എന്ന മുൻ റെക്കോർഡാണ് ഇതോടെ തകർന്നത്. ആ സമയത്ത് ജനങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന മുന്നറിയിപ്പോടെ ഇംഗ്ലണ്ടിന്റെയും വെയിൽസിന്റെയും ചില ഭാഗങ്ങളിൽ റെഡ് ഹീറ്റ് അലർട്ട് പുറപ്പെടുവിച്ചിരുന്നു. അതേസമയം മെയ് 26-ന് ക്യൂ ഗാർഡൻസിൽ രേഖപ്പെടുത്തിയ 35.1 ഡിഗ്രി സെൽഷ്യസ് താപനില മെയ് മാസത്തിലെ ഏറ്റവും ഉയർന്ന ചൂടായി മാറി. 1922-ലും 1944-ലും രേഖപ്പെടുത്തിയ 32.8 ഡിഗ്രി സെൽഷ്യസ് എന്ന റെക്കോർഡാണ് ഇവിടെ തകർന്നത്. അന്തരീക്ഷത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് ചൂടുള്ള വായുവിനെ തടഞ്ഞു നിർത്തുന്ന ഹീറ്റ് ഡോം എന്ന പ്രതിഭാസമാണ് ഈ രണ്ട് ഉഷ്ണതരംഗങ്ങൾക്കും കാരണമായതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. മനുഷ്യന്റെ ഇടപെടലുകൾ മൂലമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം ഈ ഹീറ്റ് ഡോമിന്റെ തീവ്രത വർദ്ധിപ്പിച്ചുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ആഗോള മലയാളികളുടെ സ്വത്തവകാശ സംരക്ഷണത്തിനായുള്ള നിയമനിർമ്മാണത്തിന് നിർണായക നീക്കവുമായി ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി മലയാളി സംഘടനാ കൂട്ടായ്മ യുക്മ പ്രവർത്തനം സജീവമാക്കുന്നു. ഇതിനായി കേരള NRI ആൻഡ് OCI പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ ആക്ട് 2026 കരട് ചാണ്ടിയുമ്മൻ MLAക്ക് കൈമാറി. ആഗോള മലയാളികളുടെ സ്വത്തവകാശ സംരക്ഷണത്തിനായുള്ള നിയമനിർമ്മാണത്തിന് നിർണായകമായ നീക്കവുമായി ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി മലയാളി സംഘടനാ കൂട്ടായ്മ യുക്മ കേരള NRI ആൻഡ് OCI പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ ആക്ട് 2026 കരട് ചാണ്ടിയുമ്മൻ MLAക്ക് കൈമാറി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് സംബന്ധിച്ച പ്രവാസികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് യുക്മ ദേശീയ ഭരണസമിതി 3 മുന്നണികളോടും ആവശ്യം ഉന്നയിച്ചിരുന്നു.
ഇതിന്റെ തുടർച്ചയായിട്ടാണ് പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായി UK സന്ദർശിക്കുന്ന ഭരണകക്ഷി ജനപ്രതിനിധിയായ ചാണ്ടി ഉമ്മൻ MLA-ക്ക് മുന്നിൽ ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന നിവേദനവും അതോടൊപ്പം തയ്യാറാക്കിയ കരട് നിയമവും നൽകിയത്. യുക്മ ദേശീയ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ ചാണ്ടി ഉമ്മൻ MLA-യെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ കേരള NRI ആൻഡ് OCI പ്രോപ്പർട്ടി ആക്ഷൻ 2026 എന്ന നിയമത്തിന്റെ കരട് MLA-ക്ക് ഔദ്യോഗികമായി കൈമാറി. ഈ നിയമനിർമ്മാണ നിർദ്ദേശം കേരളത്തിലെ NRI ഓർ OCI മലയാളികളുടെ സ്വത്തുക്കൾ അനധികൃത കൈയേറ്റം, വ്യാജ രജിസ്ട്രേഷൻ, വ്യാജ പവർ ഓഫ് അറ്റോർണി, വഞ്ചന, നിയമവിരുദ്ധ കൈമാറ്റങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള സമഗ്രമായ നിയമചട്ടക്കൂടാണ് ലക്ഷ്യമിടുന്നത്. കരട് നിയമം സ്വീകരിച്ച MLA ഇത് കേരള നിയമസഭയിൽ സ്വകാര്യ ബില്ലായോ അനുയോജ്യമായ നിയമനിർമ്മാണ നടപടികളിലൂടെയോ അവതരിപ്പിക്കുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. ആഗോള മലയാളികളുടെ സ്വത്തവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു നിയമം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിയമത്തിന്റെ കരട് കേരള നിയമസഭയിൽ ബില്ലായി അവതരിപ്പിച്ച ശേഷം അതിന്റെ അന്തിമ രൂപീകരണത്തിന് മുൻപ് ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിനായി വിപുലമായ പൊതുചർച്ചയും പൊതുജനാഭിപ്രായ ശേഖരണവും സംഘടിപ്പിക്കുമെന്ന് യുക്മ ദേശീയ നേതൃത്വം അറിയിച്ചു. യുക്മ ഉൾപ്പെടെയുള്ള വിവിധ പ്രവാസി സംഘടനകൾ, സാമൂഹിക സംഘടനകൾ, നിയമവിദഗ്ധർ, NRI ഓർ OCI പ്രതിനിധികൾ എന്നിവരുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി നിയമം കൂടുതൽ ശക്തവും പ്രായോഗികവുമാക്കുന്നതിനാണ് ഈ പൊതുപരിശോധന ലക്ഷ്യമിടുന്നത്. ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ കർക്കിടക മാസ പൂജ 2026 ജൂലൈ 18 തീയതി ശനിയാഴ്ച നടക്കും. അന്നേ ദിവസം രാവിലെ 8:30 ഗണപതി ഹോമം, വൈകുന്നേരം 6 മുതൽ അഭിഷേകം, ധാര, ദീപാരാധന, വിളക്ക് പൂജ, ലളിതാ സഹസ്രനാമാർച്ചന, ഭജന, നീരാഞ്ജനം, പടിപൂജ, ഹരിവരാസനം എന്നിവ നടത്തപ്പെടും. വിളക്ക് പൂജയിൽ പങ്കെടുക്കുന്ന ഭക്തർ അതിനാവശ്യമായ പൂക്കളും ഒരു നിലവിളക്കും നീരാഞ്ജനത്തിന് ഒരു നാളികേരവും കൊണ്ടുവരേണ്ടതാണ്. പൂജകൾക്ക് താഴൂർമന ഹരിനാരായണൻ നമ്പീടീശ്വർ പ്രധാന കാർമ്മികത്വവും വെള്ളിയൂട്ടിലം അദ്രിത് വാസുദേവ് സഹകാർമ്മികത്വവും വഹിക്കും. വാർത്തകൾ അവസാനിച്ചു. നന്ദി.